بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിഷയം വന്നത് ബൈഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കർമ്മശാസ്ത്ര വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതിൽ ഈ ബൈഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ബൈഅത്ത് എന്നുള്ളത് ഒരു സാങ്കേതിക ശബ്ദമാണ്. ഭാഷയിൽ അതിനൊരർത്ഥമുണ്ട്, സാങ്കേതികമായിട്ട് അതിനൊരർത്ഥമുണ്ട്. ബൈഅത്ത് എന്നുള്ളത് ഭാഷയിൽ ബൈഅന് പറയും. പിന്നെ കച്ചവടം ചെയ്ത് ഉറപ്പിക്കുന്നതിന് ബൈഅത്ത് എന്ന് പറയും. ബൈഅ് എന്നത് അർത്ഥത്തിൽ ബൈഅത്ത് പ്രയോഗിക്കും. കച്ചവടം ചെയ്തൊരു സംഗതി ഉറപ്പിക്കണില്ല. അസ്സഫഖത്തു അലാ ഖബൂലിൽ ബൈഅ, കച്ചവടം ചെയ്ത് ഉറപ്പിക്കുക. കച്ചവടം ചെയ്ത് ഉറപ്പിക്കുക. അസ്സഫഖത്തു അലാ ഖബൂലിൽ ബൈഅ അല്ലെങ്കിൽ അസ്സഫഖത്തു അലാ ഈജാബിൽ ബൈഅ, അതൊരർത്ഥമാണ് കച്ചവടം ചെയ്ത് ഉറപ്പിക്കുക. രണ്ട്, അൽ അഹദ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. അൽ അഹദ് കരാർ അല്ലെങ്കിൽ മുആഹദ. അങ്ങനെ ഈ കരാറ്, ഉടമ്പടി, ഇത് പറയും ബൈഅത്ത്. സാങ്കേതികമായിട്ട് ബൈഅത്ത് എന്ന് പറഞ്ഞെങ്കിൽ അൽ അഹ്ദു അല തഅ, എന്താ അൽ അഹ്ദു അല തഅ എന്ന് പറഞ്ഞാൽ? തഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. അൽ അഹ്ദു അല തഅ എന്ന് പറഞ്ഞാൽ അനുസരണ പ്രതിജ്ഞ, അനുസരണ പ്രതിജ്ഞ. ഈ അർത്ഥാണ് ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ ബൈഅത്തിന് പറഞ്ഞത്. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ അൽ അഹ്ദു അല തഅതി, അനുസരണ പ്രതിജ്ഞ, അനുസരണ പ്രതിജ്ഞ. അതാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം. അല്ലാമ ഇബ്നു ഖൽദൂൻ വലിയ ദാർശനികനാണ്, ഒരു മഹാപണ്ഡിതനുമാണ്. അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം ബൈഅത്തിന് നൽകിയ നിർവചനം അൽ അഹദു അല തഅ, ഈ നിർവചനത്തെയാണ് പല പണ്ഡിതന്മാരും ബൈഅത്തിന് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അനുസരണം
ഇത് പ്രതിജ്ഞ, ഉടമ്പടി, കരാർ, പ്രതിജ്ഞ. അപ്പൊ ഈ അനുസരണത്തിന്റെ വിഷയത്തിലുള്ള പ്രതിജ്ഞയാണ്, താഴത്തിന്റെ വിഷയത്തിലുള്ള പ്രതിജ്ഞയാണ് ബൈഅത്ത്. അപ്പൊ ഏതാണ് ഈ താഴത്ത്? താഴത്തന പുണ്യപ്രവൃത്തിയാണ്. അപ്പൊ പുണ്യപ്രവൃത്തികൾ ഏതാകട്ടെ അതിലൊക്കെ ഉള്ള പ്രതിജ്ഞയാണ് ബൈഅത്ത്. പുണ്യപ്രവൃത്തികൾ ഏതാകട്ടെ അത് സന്ദർഭോചിതമായിട്ട് ആവശ്യാനുസരണമാണ് നിർണയിക്കപ്പെടുക. ഏതൊരു വിഷയത്തിലാണോ പ്രതിജ്ഞ വേണ്ടത് ആ വിഷയം അതൊരു പുണ്യപ്രവൃത്തിയാണ് എങ്കിൽ അതിൽ ബൈഅത്ത്, ഉടമ്പടി വേണമെങ്കിൽ ബൈഅത്താകാവുന്നതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ബൈഅത്തുകളെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കും. ഈ താഴത്ത് എന്ത് എന്നുള്ളതിന്റെ വിശദീകരണം ലഭിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ബൈഅത്തിൽ അത് നമുക്ക് മാതൃക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക, യാ അയ്യുഹൻ നബിയു, നബിയെ, ഇദാ ജാഅകൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, എന്തിനു വന്നാൽ, എങ്ങനെ വന്നാൽ, യുബായിഉനക, നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ, എന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞു, വലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅ വലാ യസ്രിഖ്ന വലാ യസ്നി എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ വിഷയങ്ങളിലൊക്കെ ബൈഅത്തിന് വേണ്ടി വന്നാൽ ഫബായിഉഹുന്ന, എന്താ, ആ സ്ത്രീകളോട് നിങ്ങൾ ബൈഅത്ത് ചെയ്യുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ബൈഅത്തിന് പറയുന്ന പേര് ബൈഅത്തുൻ നിസാ എന്നാണ്. ബൈഅത്ത് അന്നിസ. ബൈഅത്തുൻ നിസ, സ്ത്രീകളോടുള്ള ബൈഅത്ത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, പിന്നെ അപവാദം പറയുകയില്ല, അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ട് ഗർഭിണിയായിട്ട് ആരാന്റെ കുട്ടികളെ ഭർത്താവിലേക്ക് ചേർത്ത് പറയുകയില്ല. അതേപോലെ തന്നെ നന്മയുടെ വിഷയത്തിൽ റസൂലുള്ളാഹിനോട് എതിര് പ്രവർത്തിക്കുകയില്ല. ഈ വിഷയത്തിലാണ് എന്ത് ബൈഅത്ത്, അതല്ല ആയത്തിൽ പറഞ്ഞത്. അതിനാണ് എന്ത് പറയാ, ബൈഅത്തുൻ നിസാ എന്ന് പറയാം. ബൈഅത്തുൻ നിസാ, ഈ ബൈഅത്ത് സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ മുംതഹിനയിൽ ഈ വിഷയങ്ങളായി അള്ളാഹു ആയത്തായിട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വേറൊരു ബൈഅത്ത് നടന്നിട്ടുണ്ട്, ബൈഅത്തുൻ നിസാ. ഏതാണ് ആ ബൈഅത്ത്? ആര് പറയും? അതായത് സൂറത്തുൽ മുംതഹിനയിലെ ഈ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങൾ, ഇതിനാണ് എന്ത് പറയാ, സ്വീകരിച്ച ബൈഅത്താണ് ബൈഅത്തുൻ നിസാ. സ്ത്രീകളോട് റസൂൽ ഈ ബൈഅത്ത് സ്വീകരിച്ചു, അതുകൊണ്ടാണ് അതിന് ബൈഅത്തുൻ നിസാ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ബൈഅത്തുൻ നിസാ റസൂലുള്ള ആണുങ്ങളോട് സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാം അഖബ ഉടമ്പടി. ഒന്നാം അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബത്തിൽ ഊല, ഒന്നാം അഖബ ഉടമ്പടി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ബൈഅത്ത് ബൈഅത്തുൻ നിസാ ആയിരുന്നു. ബൈഅത്ത് അന്നിസാ ആയിരുന്നു, ഒന്നാം അഖബ ഉടമ്പടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 10 കൊല്ലം കഴിച്ചു. നമുക്കറിയാം മക്കയിലെ ചരിത്രം. ദഅവത്തിന്റെ നുബുവത്തിന്റെ ആദ്യത്തെ 10 വർഷം വളരെ പീഡനങ്ങളും യാതനകളും ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു, ഉപരോധനം ഏർപ്പെടുത്തപ്പെട്ടു, നിസ്സഹകരിക്കപ്പെട്ടു. അങ്ങനെ 10ാമത്തെ വർഷം ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി, അബൂ താലിബ് മരണപ്പെട്ട്, പിന്നീട് റസൂലുള്ളാഹി തായിഫിലേക്ക് ഹിജ്റ പോയി മടങ്ങി വന്ന്, അങ്ങനെ നുബുവത്തിന്റെ 10ാമത്തെ വർഷമായപ്പോഴത്തേക്ക് മദീനയിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു. അവര് 12 പേരായിരുന്നു. അതിന് മുമ്പ് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിൽ നിന്ന് കേട്ടിട്ട് മടങ്ങിപ്പോയി. പിന്നെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വർഷത്തിൽ, അത് 11-ൽ 12 ആളുകളാണ് വന്നത്. ഈ 12 ആളുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ അവര് പറയാണ്, റസൂലുള്ളാഹിനെ നമ്മൾ എത്ര കാലം മക്കയിലെ ഈ മലകൾക്കിടയിൽ അലഞ്ഞു നടക്കാൻ നമ്മൾ വിടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ യുത്രദ്, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുകയാണ്, ആട്ടി ഓടിക്കപ്പെടുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഈ മലഞ്ചെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരും സംരക്ഷിക്കാനും കാക്കാനും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്ര കാലം റസൂലുള്ളാഹിനെ ഈ മക്കയിൽ വിടും എന്ന് പറഞ്ഞ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ച്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വാക്കുകൊടുത്ത് മിനയിലെ അഖബയിൽ ഇവരെ രാത്രി സംഗമിക്കാം. ഈ 12 പേരായിട്ട് 12 നഖീബ്, 12 പേര് ഈ നുഖബാക്കളായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. സഅദ് ഇബ്നു ഉബാദയായിരുന്നു അവരുടെ നേതാവ്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ സഅദ് ഇബ്നു ഉബാദയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ബൈഅത്തുൻ നിസാ ആയിരുന്നു.
ഞങ്ങൾ ബൈഅത്തുൻ നിസാ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ വിഷയം എന്താ? അതിലുള്ള വിഷയം, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നിങ്ങൾ മോഷണം നടത്തരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്, അതുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിക്കരുത്, അതേപോലെ തന്നെ നിങ്ങൾ അപവാദ പ്രചരണം നടത്തരുത്, നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് എതിര് പ്രവർത്തിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ 12 പേരുടെയും കയ്യിൽ കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരോട് ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തിനാണ് എന്ത് പറയുന്നത്? ഒന്നാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണെന്ത്? ബൈഅത്തുൻ നിസാ. അപ്പൊ ബൈഅത്തുൻ നിസാ 2 തവണ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആണുങ്ങളോട്. കഴിഞ്ഞ ആഴ്ച ഒരാൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ചോദിച്ചു, ഇത് ഇങ്ങനെ ആണുങ്ങളോട് ചെയ്തിട്ടില്ലെന്ന്. ഇത് ആണുങ്ങളോട് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പല സന്ദർഭങ്ങളിൽ ഇതിലെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തുൻ നിസാ സ്ത്രീകളോട് വാക്കിലൂടെ ചെയ്തത് ഈ സൂറത്തിൽ മുംതഹിനയിലെ ആയത്ത് അവസാനം ഇറങ്ങിയതിൽ പിന്നെയാണ്. അപ്പൊ അവിടെ ബൈഅത്തുൻ നിസായിൽ റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിനോട് ഉടമ്പടിയാണ്. ഏത് വിഷയത്തിൽ? താഅത്തിന്റെ വിഷയത്തിൽ, റസൂലുള്ളാഹിക്ക് അനുസരിക്കുന്ന വിഷയത്തിൽ. അനുസരണത്തിന്റെ വിഷയങ്ങൾ എന്താണ്? കുറെ വിഷയങ്ങളുണ്ട്. അതാണ് ബൈഅത്തുൻ നിസാ. പിന്നെ മറ്റൊരു ബൈഅത്ത്, ഇതിപ്പോ ഒന്നാം അഖബ ഉടമ്പടി, അതിൽ നടന്ന ബൈഅത്താണ് ബൈഅത്തുൻ നിസാ. കാരണം ഇതിൽ ബൈഅത്തുൻ നിസാ എന്ന് പറയാൻ കാരണം ഇതിൽ ജിഹാദില്ല. ഇതിലെന്തില്ല? ജിഹാദില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോ ജിഹാദിലും എന്ത് ചെയ്തിട്ടുണ്ട്? ജിഹാദിലും ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ഇതില് പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്തപ്പോ ജിഹാദില്ലാതിരുന്ന്? സ്ത്രീകൾ ഇതില്ലല്ല, ഇതിൽ 12 ആണുങ്ങളല്ലേ ഉള്ളൂ. ഇതിലെന്തേ ജിഹാദിന്റെ വിഷയമല്ലാത്ത? ഇതിൽ ജിഹാദില്ല. കാരണം എന്താ? ഇങ്ങനെ അന്ന് ജിഹാദില്ല. ഇത് മക്കയിലല്ലേ? ഹിജ്റയുടെ 11-ലാണ് ഈ ബൈഅത്ത്. അന്ന് എന്തില്ല? ജിഹാദില്ല. ജിഹാദിന് അനുവാദം ഹിജ്റയ്ക്ക് ശേഷമാണ്. ഇത് ഹിജ്റന്റെ 2 വർഷം മുമ്പാണ്. അപ്പൊ ജിഹാദില്ല. അതുകൊണ്ട് തന്നെ ജിഹാദിന്റെ വിഷയത്തിൽ റസൂൽ അതിൽ ബൈഅത്ത് വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെന്ത് പേര്? ബൈഅത്തുൻ നിസാ. ഞങ്ങളോട് റസൂലുള്ളാഹി ചെയ്തത് ബൈഅത്തുൻ നിസാ ആയിരുന്നു എന്നാണ് ഉബാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അലർജി ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ബൈഅത്ത് റസൂലുള്ളാഹി നബുവത്തിന്റെ 12-ൽ മദീനക്കാരുമായി നടത്തിയ ബൈഅത്താണ്. മദീനക്കാരുമായി നടത്തിയ ബൈഅത്ത് അതെന്താ? പിന്നെ ബൈഅത്തുൻ നിസായിൽ 12 പുരുഷന്മാരാണ്, മദീനക്കാരായ 12 പേരാണ് വന്നത്. ബൈഅത്തുൽ പിന്നെ 12ാമത്തെ വർഷത്തിലെ ബൈഅത്ത്, അതാണ് ബൈഅത്തുൽ അഖബത്തു സാനിയ, രണ്ടാം അഖബ ഉടമ്പടി. ഈ രണ്ടാം അഖബ ഉടമ്പടിയിൽ മദീനയിൽ നിന്ന് ബൈഅത്തുൽ അഖബ, അത് രണ്ടാമത്തെ. അതിൽ മദീനയിൽ നിന്ന് 72 പുരുഷന്മാർ അല്ലെങ്കിൽ 73 പുരുഷന്മാർ വന്നു. 73 പുരുഷന്മാർ, 2 സ്ത്രീകൾ. 73 പുരുഷന്മാർ, 2 സ്ത്രീകളും വന്നു. അവരോട് റസൂലുള്ളാഹി മിനയിലെ അഖബയിൽ വെച്ചാണ് ഉടമ്പടി നടത്തിയത്. അഖബ പറഞ്ഞാൽ ജംറത്തുൽ അഖബയുടെ ആസ്ഥാനത്തുള്ള, അതുകൊണ്ടാണ് ഇതിനെ ബൈഅത്തുൽ അഖബ എന്ന് പറയുന്നത്. ഈ പുരുഷന്മാരോട് 2 സ്ത്രീകളോട്, 2 സ്ത്രീകൾ, ഒന്ന് ഉമ്മു മനിയ അസ്മ, അതേപോലെ മറ്റൊന്നാരാ പറയാ, ഒന്ന് ഉമ്മു മനിയ എന്ന് പറയുന്ന അസ്മ റളിയല്ലാഹു തആല അൻഹ, 2 അറിയപ്പെട്ട ഒരു മഹദിയാണ്. ആയിഷ റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല, ഇത് മദീനക്കാരിയായ സ്ത്രീയാണ്. മദീനക്കാരായ പെണ്ണുങ്ങളാണ്, അൻസാരിയത്താണ്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിച്ച മഹദി, നേരെ വരുന്ന ആയുധ പ്രയോഗങ്ങളൊക്കെ സ്വന്തം ശരീരം. ഉമ്മു അമ്മാറ നുസൈബ ബിൻത് കഅബ് അൽ-മാസിനിയ അൽ-അൻസാരിയ റളിയല്ലാഹു തആല. 2 സ്ത്രീകൾ, ഒന്ന് ഉമ്മു മനിയ എന്ന് പറയുന്ന അസ്മയും മറ്റൊന്ന് ഉമ്മു അമ്മാറ എന്ന നുസൈബയും റളിയല്ലാഹു അൻഹുമ. പിന്നെ പുരുഷന്മാരും. ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖബയിൽ വെച്ച് ബൈഅത്ത് സ്വീകരിച്ചു, ഉടമ്പടി സ്വീകരിച്ചു. അത് നുബുവത്തിന്റെ 12, ഹിജ്റല്ല, നുബുവത്ത്. അതിൽ
5 വിഷയങ്ങൾ വിഷയീഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ താഴത്തിന്റെ വിഷയത്തിലാണ് അഹദ്, ഉടമ്പടി. അതിൽ ഈ താഴത്ത് എന്താ, അതിലുള്ള 5 വിഷയങ്ങളാണ് എന്ത് ചെയ്തത്, ഇതിലുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആളുകളോട് ബൈഅത്ത് ചെയ്യുമ്പോൾ അൽ ബറാ ഇബ്നു മഅറൂർ ആണ് അവരുടെ നേതാവ്. റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ നേതാവ് ആരാണ്? അൽ ബറാ ഇബ്നു മഅറൂർ ആണ്. അപ്പൊ അൽ ബറാ ഇബ്നു മഅറൂറിന്റെ നേതൃത്വത്തിലാണ് ഇവരെ അൻസാരികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹിനോട് ഉടമ്പടി ചെയ്യുന്നത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ജാബിറാണ്. ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ജാബിറയിൽ ഉണ്ടാക്കൂട്ടത്തിലുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി ഞങ്ങളോട് 5 വിഷയങ്ങളിൽ ബൈഅത്ത് സ്വീകരിച്ചു. അതിൽ ഒന്ന് അസ്സമഉ വത്താഅതു ഫിൽ മൻശതി വൽ മക്റഹ്. അസ്സമഉ വത്താഅതു കേൾക്കുക, അനുസരിക്കുക. ഫിൽ മൻശതി വൽ മക്റഹ് പ്രയാസമുള്ള സമയങ്ങളിലും പ്രയാസമില്ലാത്ത സമയങ്ങളിലും, ഉന്മേഷ സമയങ്ങളിലും പ്രയാസകരമായ സമയങ്ങളിലുമൊക്കെ കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. ഇതാണ് ഒന്ന്. പിന്നെ ഒന്ന് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. പിന്നെ ഒന്ന് അൻ തഖൂലു ഫില്ലാഹ് വലാ തഖാഫൂന ഫീഹി ലൗമത ലാഇൻ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം, അതിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം നിങ്ങൾ ഭയക്കുവാൻ പാടുള്ളതല്ല. പിന്നൊന്ന് അൻ തംനഊനി, നിങ്ങൾ എന്നെ തൊട്ട് ഉപരോധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇണകളെ, മക്കളെ, സമ്പത്തിനെയൊക്കെ എങ്ങനെ ശത്രുക്കളിൽ നിന്ന് ഉപരോധിക്കുന്നുവോ അതേപോലെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ തൊട്ട് ഉപരോധിക്കണം. ഞാൻ നിങ്ങളിലേക്ക് വന്നാൽ, ഞാൻ മദീനയിലേക്ക് വന്നാൽ, റസൂലുള്ള ഇപ്പൊ എവിടെ വെച്ച ബൈഅത്ത്, മക്ക ബൈഅത്ത്. അപ്പൊ റസൂലുള്ള മക്ക വിട്ട് മദീനയിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുമോ ശത്രുക്കളിൽ നിന്ന്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സംരക്ഷിക്കണം. അപ്പൊ എത്ര വിഷയമായി? 4. പിന്നൊന്ന് അൻ നുസ്റത്തു അലൽ മക്റഹി വൽ മൻശത്ത്. അവർക്ക് മക്റഹിന്റെ സന്ദർഭത്തിലായാലും മൻഷത്തിന്റെ സന്ദർഭം, അവർക്ക് പിന്നെ ശാരീരിക ശേഷി ഉള്ളപ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ അവർക്ക് പ്രയാസമുള്ള സമയത്താണെങ്കിലും എന്ത് ചെയ്യണം, അവർ ഇസ്ലാമിനെയും റസൂലുള്ളയെയും സഹായിക്കണം. ഈ 5 വിഷയങ്ങളിലായിരുന്നു ബൈഅത്ത്. ഏതാ 5 വിഷയം? ഒന്ന്, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ഒരുപോലെ അവര് ഇസ്ലാമിന് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം. 2, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. 3, അള്ളാഹുവിന് വേണ്ടി സംസാരിക്കണം, അതിലൊരാക്ഷേപത്തിന്റെയും ആക്ഷേപം ഭയപ്പെടാൻ കൊള്ളതാണ്. തഖൂലു ഫില്ലാഹ് വലാ തഖാഫൂന ഫില്ലാഹി ഫീഹി ലൗമത ലാഇൻ. പിന്നെ അൻ തംനഊനി അൻ തംനഊ അന്നി, ചിലർ പോലെ അൻ തംനഊനി തംനഊ അന്നി ഇദാ വസൽതു ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തൊട്ട് എന്ത് ചെയ്യണം, ശത്രുക്കളെ പ്രതിരോധിക്കണം. അതുകൊണ്ടാണ് അൻസാരി റസൂലുള്ളാഹിനെ എന്ത് ചെയ്യുന്നത്, ചുറ്റും ഈ ഉഹദ് യുദ്ധത്തിലൊക്കെ റസൂലുള്ള അപകടത്തിൽപ്പെട്ടപ്പോൾ അവർ വലയം തീർത്തത്. എന്നിട്ട് ശത്രുക്കളുടെ ആയുധ പ്രയോഗങ്ങൾ അവർ ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ കാരണം എന്താ? അത് ഈ പ്രതിജ്ഞയാണ്, ഈ വിഷയമാണ്. സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, സ്വന്തം സമ്പത്തിനൊക്കെ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ ചെറുത്തു നിൽക്കുമോ അതേപോലെ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യണം, റസൂലുള്ള മദീനയിലെത്തിയാൽ റസൂലുള്ള എടുക്കണം. പിന്നെ അസ്സമഉ വത്താഅതു ഫിൽ മൻശതി വൽ മക്റഹ്. അസ്സമഉ വത്താഅതു കേൾക്കുക, അനുസരിക്കുക. ഫിൽ മൻശതി വൽ മക്റഹ് പ്രയാസമുള്ള സമയങ്ങളിലും പ്രയാസമില്ലാത്ത സമയങ്ങളിലും, ഉന്മേഷ സമയങ്ങളിലും പ്രയാസകരമായ സമയങ്ങളിലുമൊക്കെ കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. ഈ 5 വിഷയങ്ങളിലായിരുന്നു എന്ത്, ബൈഅത്തുൽ അഖബ. ഇത് റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ ആരാ, അൽ ബറാ ഇബ്നു മഅറൂർ ആണ് അവിടെ ഉള്ളത് സംസാരിക്കുന്നത്. ചരിത്രത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണാം, ഈ സമയം ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന അൻസാരി, അദ്ദേഹം ഈ ആളുകളിൽ ആരുണ്ട്, അബുൽ ഹൈസം ഉണ്ട്, അബുൽ ഹൈസം ഇബ്നു തൈഹാൻ. ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ ബറാ ഇബ്നു മഅറൂർ റസൂല സംസാരിക്കുന്നതിനിടയിൽ കയറിയിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാണ്. ഞങ്ങൾ മദീനയിൽ കഴിയുന്ന ഇപ്പോ ഞങ്ങൾ യഹൂദരായിട്ട് ബന്ധത്തിലാണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ബന്ധം മുറിക്കേണ്ടി വരും. ഞങ്ങൾ ആ ബന്ധം അവസാനിപ്പിക്കാം, പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു ഉത്കണ്ഠ ഉള്ളത്, നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്ത് ഞങ്ങൾ യഹൂദരായിട്ടുള്ള ബന്ധം മുറിച്ച് അവസാനിപ്പിച്ച് നിങ്ങൾ മദീനയിലെത്തി.
പക്ഷെ നിങ്ങൾ പിൽക്കാലത്ത് ഇനി മക്ക തിരിച്ചു പിടിക്കുകയാണ് എങ്കിൽ, മക്ക നിങ്ങൾക്ക് റിപ്പബ്ലിക് ആകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മദീന നിങ്ങൾ ഒഴിവാക്കും. മദീന അന്ന് മദീന ആയിട്ടില്ല. മദീന നിങ്ങൾ ഒഴിവാക്കും, അല്ല ഞങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മക്കയിലേക്ക് തന്നെ മടങ്ങി വരുമോ എന്നാണ് ആരുടെ ചോദ്യം? അബുൽ ഹൈസം ഇബ്നു തൈഹാന്റെ ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, അദ്ദമുദ്ദം വൽ ഹദ്മുൽ ഹദ്ം, അതായത് നിങ്ങൾ എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ബന്ധങ്ങളൊക്കെ ഞാനും പുലർത്തുന്ന ബന്ധമായിരിക്കും. നിങ്ങൾ ഏതൊക്കെ ബന്ധം മുറിച്ചിട്ടുണ്ടോ ആ ബന്ധങ്ങളൊക്കെ ഞാനും മുറിക്കുന്നവനായിരിക്കും. എന്റെ ജീവിതം ഇനി നിങ്ങളോടൊപ്പമുള്ള ജീവിതമായിരിക്കും. എന്റെ മരണം അത് നിങ്ങളുടെ അടുക്കൽ നിങ്ങളോടൊപ്പമുള്ള മരണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അബുൽ ഹൈസം ഇബ്നു തൈഹാനോട് പറയുകയുണ്ടായി എന്ന് മനസ്സിലായില്ല. അത് ഒരു ഭയങ്കര ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സമയവും ആ ഒരു സന്ദർഭം വളരെ ഒരു വികാര നിർഭരമായ ഒരവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാന്റെ വീട്ടിലേക്കാണ് റസൂൽ ഒരിക്കൽ വിശപ്പുണ്ടായപ്പോൾ രാത്രി പോയി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറും റസൂലും ഇവർ 3 പേര് രാത്രി വിശപ്പ് കാരണത്താൽ ഇറങ്ങി നടന്നു പറഞ്ഞില്ലേ. അവസാനം ഒരു അൻസാരിയുടെ വീട്ടിൽ പോയി തന്നത് ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാന്റെ വീട്ടിലാണ്. അങ്ങനെയാണ് അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടതിന് എന്റെ ആടിനെ അറുക്കുകയും അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ഭാര്യയും കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ സംഭവം അത് ഈ സഹാബിയുമായി. ഏതായാലും അപ്പൊ ബൈഅത്തുൽ അഖബയിൽ നടന്ന ബൈഅത്ത് അതാണ് അൻ-നുസ്റത്തു അലൽ മക്റഹി വൽ മൻശത്ത്. അതായത് അവരുടെ മനുഷ്യത്ത് ഉന്മേഷ കാലഘട്ടത്തിലും മക്റഹിനി അവർക്ക് പ്രയാസകരമായ കാലഘട്ടത്തിലും എന്ത് ചെയ്യണം? അവര് സഹായിക്കണം. റസൂലുള്ളാഹിയെ സഹായിക്കണം. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ റസൂലുള്ളാഹി വന്നിട്ട് സലാം പറഞ്ഞു. അപ്പൊ അബുൽ ഹൈസം വീട്ടിലുണ്ടായിരുന്നില്ല, ഭാര്യ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് പതുക്കെ സലാം മടക്കി. അപ്പൊ റസൂലുള്ളാഹി വീണ്ടും സലാം പറഞ്ഞു. അപ്പൊ വീണ്ടും അവർ പതുക്കെ മടക്കി. പിന്നെ അവർ സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സലാം പറഞ്ഞപ്പോ അവർ പതുക്കെ മടക്കി. അപ്പൊ റസൂലുള്ളാഹി 3 പ്രാവശ്യം സലാം പറഞ്ഞു. പിന്നെ റസൂൽ തിരിച്ചു പോകുമ്പോ ഭാര്യ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ മടക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെ സലാം കേട്ടിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ സലാം പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പതുക്കെ മടക്കിയത്, നിങ്ങൾ വരണം. അപ്പൊ അബുൽ ഹൈസം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ഈ വെള്ളം, ശുദ്ധവെള്ളം കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ റസൂൽ അവിടെ കയറിയിരുന്നു. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഇവര് കുറച്ച് ഈ റുത്തബ് കാരൊക്കെ പറിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ അവിടെ സ്വീകരിച്ച് വെച്ചു കൊടുത്തു. അങ്ങനെ അബുൽ ഹൈസം വന്നപ്പോ അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി. അങ്ങനെ ഭാര്യനോട് ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞു. അദ്ദേഹം വേഗം പോയിട്ട് ഒരാടിനെ അറുക്കണ്ടായി. മതങ്ങൾ കറവുള്ള ആടിനെ അറുക്കരുത് എന്ന് പറഞ്ഞ ആ സംഭവം അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അദ്ദേഹമാണ് അവിടെ ഇടയിൽ കയറിയിട്ട് സംസാരിച്ചത്. ഈ അൽ-ബറാ ഇബ്നു മഅറൂറിനോട് റസൂലുള്ളാഹിന്റെ സംസാരം തുടർച്ചവേ അത് മുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഉത്കണ്ഠ, റസൂൽ ഞങ്ങളെ വിട്ടു പോകുമോ മദീനയിലേക്ക് വന്നാൽ എന്നുള്ളതായ കണ്ടത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ് റളിയല്ലാഹു തആല. ഏതായാലും അവിടെ ബൈഅത്തിൽ താഴത്തിൽ ഉടമ്പടി നടന്നു. ഏതാണ് താഴത്ത്? ഈ 5 വിഷയങ്ങൾ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പല ബൈഅത്തുകളുണ്ട് ചരിത്രത്തിൽ. ബഷീർ ഇബ്നുൽ ഖസാസിയ എന്ന് പറഞ്ഞ ഒരു സഹാബി ഉണ്ടായിരുന്നു. ബഷീർ ഇബ്നുൽ ഖസാസിയ, അദ്ദേഹം സദൂസി, ബനു സദൂസ് ഗോത്രക്കാരനാണ്. ബഷീർ ഇബ്നുൽ ഖസാസിയ അസ്സദൂസി എന്ന് പറയും. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂൽ അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്തു. അതിൽ അദ്ദേഹത്തോട് പറഞ്ഞത്, ബൈഅത്തിന്റെ വേളയിൽ നിങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് പങ്കു ചേർക്കരുത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, നോമ്പ് അനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ജിഹാദ് ചെയ്യണം. ഇതാണ് വിഷയം വന്നത്. ജിഹാദ് കൂടെ അതിൽ വിഷയമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ് 4 കാര്യങ്ങളിൽ ഞാൻ ബൈഅത്ത് ചെയ്യാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് പങ്കു ചേർക്കരുത്, പിന്നെ നമസ്കാരം നിലനിർത്തണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, പക്ഷെ സദഖ ഞാൻ ചെയ്യൂല, സക്കാത്ത് കൊടുക്കൂല, പിന്നെ ജിഹാദ് ചെയ്യൂല. അപ്പൊ അതെന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞ ആകെ 10 ഒട്ടകമുള്ളത്. ആ ഒട്ടകം കുടുംബത്തിന് 10 ഒട്ടകങ്ങളാണ് എനിക്കുള്ളത്. അത് കുടുംബത്തിന് അവരുടെ ചെലവിന് വേണം, പിന്നെ ഞങ്ങൾക്ക് സഞ്ചരിക്കാനും ആ ഒട്ടകങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ പറഞ്ഞ ജിഹാദ് എന്തുകൊണ്ടാണ്? അപ്പൊ ജിഹാദ് അദ്ദേഹം പറഞ്ഞു, ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുമുഖത്ത് നിന്ന് ചിലപ്പോൾ തോറ്റോടിയേണ്ടി വരും. ശത്രുക്കളെ കാണുമ്പോൾ ചിലപ്പോൾ പിന്തിരിഞ്ഞോടും. അത് അള്ളാഹുവിന്റെ കോപം തലയിൽ വാങ്ങിയിട്ടോ തിരിഞ്ഞോടല്.
അപ്പൊ അത് അള്ളാഹുവിന്റെ കോപത്തിന് എന്നെ പാത്രീഭൂതനാക്കും. അതുകൊണ്ട് ജിഹാദും സദഖയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബഷീർ ബിൻ ഖസാസി അൽ സുദൂസിയോട് പറഞ്ഞു, സദഖയും ജിഹാദുമില്ലാതെയാണോ നിങ്ങൾ സ്വർഗം കാക്ഷിക്കുന്നത്? സദഖയും സകാത്തും ജിഹാദുമില്ലാതെയാണോ നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നത്? അത് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഏതില്? എല്ലാ വിഷയങ്ങളിലും, സദഖയും ജിഹാദും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. അപ്പൊ ഈ ബൈഅത്ത് ഇബ്നുൽ ഖസാസിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ബൈഅത്തിൽ, ഖസാസിയ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തോട് നടത്തിയ ബൈഅത്ത് കണ്ട, അതില് ജിഹാദ് വിഷയമായി, മറ്റു വിഷയങ്ങളെ പോലെ തന്നെ സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, ഇതൊക്കെ. ഇതേപോലെ ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലിയോട് റസൂലുള്ളാഹി ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ജരീർ ബിൻ അബ്ദുല്ലാ അൽ ബജലിയോട് റസൂലുള്ളാഹി ബൈഅത്ത് ചെയ്തപ്പോ ജരീർ പറയാണ്, റസൂലുള്ളാഹി എന്നോട് ബൈഅത്ത് സ്വീകരിച്ചു. ഏതിന്? അലൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും ഞാൻ ഗുണകാംക്ഷയിൽ വർത്തിക്കണം എന്ന വിഷയത്തിൽ, എല്ലാ മുസ്ലിമീങ്ങളോടും ഞാൻ നസീഹത്തിൽ, ഗുണകാംക്ഷയിൽ വർത്തിക്കണം എന്ന വിഷയത്തിൽ ബൈഅത്ത് സ്വീകരിച്ചു എന്നാണ് ജരീർ ബിൻ അബ്ദുള്ള. അൽ ബജലി. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലമത്ത് ബിൻ അൽ അക്വഅനോട് ബൈഅത്ത് സ്വീകരിച്ചു വ്യക്തിപരമായിട്ട്. സലമത്ത് ബിൻ അൽ അക്വ റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് സ്വീകരിച്ചത് റസൂലുള്ളാഹി അലൽ മൗത്ത്, മരണത്തിന്റെ വിഷയത്തിലാണ് ബൈഅത്ത്. എന്താ മരണത്തിന്റെ വിഷയത്തിൽ ബൈഅത്ത് എന്നാൽ? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ തയ്യാറാണ് എന്ന വിഷയത്തിൽ ബൈഅത്ത് സ്വീകരിച്ചു. ഇതേപോലെ മറ്റൊരു ബൈഅത്താണ് ബൈഅത്തുർ റിദ്വാൻ. ആരതിനെ കുറിച്ച് പറയാം? ഈ ബൈഅത്തുർ റിദ്വാനെ കുറിച്ച്. ഇതെന്ത് ബൈഅത്താ? എന്താ ഈ ബൈഅത്തുർ റിദ്വാൻ? എന്താണ് സംഭവം? ഹുദൈബിയ സന്ധിയുടെ വേളയിൽ നടന്ന ബൈഅത്ത്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നടന്ന ബൈഅത്ത്. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ തടയപ്പെട്ട്, അപ്പൊ റസൂൽ തന്റെ അംബാസഡറായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മക്കക്കാരെ ചെയ്തു ഉസ്മാനെ അവിടെ തടഞ്ഞു വെച്ചു. തടഞ്ഞു വെച്ചത് ആക്രമിക്കാനും കൊല്ലാനൊന്നുമല്ല, പിന്നെയോ ഉസ്മാൻ അവർക്ക് ആദരണീയനാണ്, വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് അവർ ഉസ്മാനെ കണ്ടപ്പോ തന്നെ അബാ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ച് ഉസ്മാനോട് പറഞ്ഞ് തവാഫ് ചെയ്യാൻ, ഉസ്മാനോട് ഉംറ ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങളെ 1400 പേരെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുക. പക്ഷെ ഉസ്മാൻ പറഞ്ഞപ്പോ അവരെന്ത് ചെയ്ത് തവാഫ് ചെയ്യാൻ പറഞ്ഞപ്പോ ഉസ്മാൻ പറഞ്ഞ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാതെ തവാഫ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ വിഷയങ്ങൾ ഉസ്മാൻ അവതരിപ്പിക്കുകയാണ് ചെയ്ത്. പക്ഷെ ഉസ്മാൻ വൈകിയപ്പോ ഒരു കിംവദന്തി പടർന്ന്, അതാണ് ഉസ്മാൻ വധിക്കപ്പെട്ടിരിക്കുന്നു, മക്കക്കാർ ഉസ്മാനെ വധിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്തു സഹാബികളോട്, 1400 പേരടങ്ങുന്ന സഹാബികളോട്. ആ ബൈഅത്ത് ഏതിന്റെ പേരിലായിരുന്നു? ആ ബൈഅത്ത് മരണത്തിന് വേണ്ടിയായിരുന്നു. അതായത് മക്കക്കാരോട് ജിഹാദ് നടക്കും, ആ ജിഹാദിൽ മരിക്കാൻ തയ്യാറാണ് എന്ന വിഷയത്തിലായിരുന്നു ബൈഅത്തുർ റിദ്വാൻ. അതേപോലെ തന്നെ യുദ്ധം നടക്കുകയാണ് എങ്കിൽ യുദ്ധമുഖത്ത് ഓടിപ്പോകരുത് എന്ന വിഷയത്തിലായിരുന്നു. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാൻ പാടുള്ളതല്ല. കാരണം ഇവര് വന്നത് എങ്ങനെ? ഇവര് യുദ്ധത്തിന് വന്നതല്ല, പിന്നെയോ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. ഉംറ ചെയ്യാൻ എന്താ ഉണ്ടാകുക? 2 തുണിയ ഉണ്ടാവുക, പിന്നെ കഴുത്തിൽ അവര് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം ഉണ്ടെങ്കിൽ അത് ഉണ്ടായിന്ന് വരും. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോ ആ സമയത്ത് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മരിക്കാൻ തയ്യാറാണെന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തു. പിന്നെ യുദ്ധമുഖത്ത് ഓടുകയില്ല എന്ന വിഷയത്തിലും ബൈഅത്ത് ചെയ്തു. അതാണ് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിങ്ങളോട് ബൈഅത്ത് ചെയ്തിരുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ബൈഅത്തുർ റിദ്വാൻ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്തൊരു വിഷയമാണ് മക്കൽ ഫതഹിന് റസൂലുള്ളാഹി ഞങ്ങളോട് ബൈഅത്ത് സ്വീകരിച്ചു അലൽ ഇസ്ലാമി വശഹാദത്തി, ഇസ്ലാമിന്റെയും ഷഹാദത്തിന്റെയും പേരിൽ എന്നാണ്. മക്കൽ ഫതഹിൽ റസൂലുള്ളാഹി സഹാബത്തിനോട് ബൈഅത്ത് സ്വീകരിച്ചത് ഇസ്ലാമിന്റെയും ഷഹാദത്തിന്റെയും വിഷയത്തിലാണ്.
ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെയും അതേപോലെ ഇസ്ലാമിന്റെയും വിഷയത്തിൽ ഞങ്ങളോട് ബൈഅത്ത് സ്വീകരിച്ചു എന്നാണ് ഇമാം ബൈഹഖിന്റെ റിപ്പോർട്ട് ഉള്ളത്. ഇസ്ലാമിന്റെയും വിഷയത്തിൽ സലമത്ത് ബിൻ അക്വയോട് റസൂലുള്ള ബൈഅത്ത് സ്വീകരിച്ചത് അലൽ മൗത്ത്, മരണത്തിന്റെ വിഷയത്തിലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ തയ്യാറാണ് എന്ന വിഷയത്തിൽ, രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള വിഷയത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സാങ്കേതിക പദത്തെ നമ്മൾ മനസ്സിലാക്കാനാണ്. എന്താണ് ബൈഅത്ത് എന്ന് പറഞ്ഞാല്? പുണ്യത്തിന്റെ അനുസരണത്തിന്റെ വിഷയത്തിലുള്ള പ്രതിജ്ഞയാണ്. അപ്പൊ ആ വിഷയങ്ങൾ എന്താ? ഒക്കെ ഒരു വിഷയങ്ങൾ അത് സന്ദർഭോചിതമായി ആവശ്യത്തിനൊത്ത് ആണ് ആ വിഷയങ്ങൾ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ പല വിഷയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്, ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സഹാബികൾ ഇപ്പൊ യർമൂക്ക് യുദ്ധത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അല്ലെങ്കിൽ സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു തആല അൻഹുവിനോട് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ബൈഅത്ത് ചെയ്തു യർമൂക്ക് യുദ്ധത്തിൽ. എന്താ ബൈഅത്തിലെ വിഷയം? അതായത് യർമൂക്ക് യുദ്ധത്തിൽ ആരാ സൈനിക കമാൻഡർ? യർമൂക്ക് ഖലീഫയുടെ കാലത്ത് യർമൂക്ക് യുദ്ധം ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ മരണം നടക്കുമ്പോ മുസ്ലിം സൈന്യം എവിടെ എത്തിയിട്ടുണ്ട്? സിറിയയിൽ എത്തിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്, യുദ്ധഭൂമിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അബൂബക്കർ വഫാത്തായി ഉമർ റളിയല്ലാഹു തആല സ്ഥാനം ഏറ്റെടുത്ത് ആ ഉടനെയാണ് എന്ത് നടക്കുന്നത്? യർമൂക്ക് യുദ്ധം നടക്കുന്നത്. യർമൂക്ക് യുദ്ധം നടക്കുമ്പോ ഖാലിദ് ബിൻ വലീദാണ് ആ സൈനിക കമാൻഡർ. ഖാലിദ് റളിയല്ലാഹു തആലയുടെ കീഴിൽ ഒരു സൈനികനാണ് ആര്? പിന്നെ സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു തആല. അതിന് യർമൂക്കിൽ ഒരു കോട്ട പ്രത്യക്ഷപ്പെട്ട് ആ കോട്ട മതിൽ കിടക്കണം, കോട്ടയിലേക്ക് പ്രവേശിക്കണം, കവാടം എന്ത് ചെയ്യണം? ഭേദിച്ച് കോട്ടക്കകത്തേക്ക് പ്രവേശിക്കണം. അതൊരു വലിയ വിഷയമായി. അപ്പോ കോട്ടയുടെ മരത്ത് നിൽക്കുമ്പോ സുബൈർ ബിൻ അൽ-അവ്വാമും കുറച്ച് സൈനികരാണുള്ളത്, കുറച്ച് സൈന്യമാണുള്ളത്. അപ്പൊ സുബൈർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? അവിടെ വെച്ച് തന്റെ കൂടെയുള്ളവരോട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ഏത് വിഷയത്തിലായിരുന്നു? അത് മരണത്തിന്റെ വിഷയത്തിലായിരുന്നു. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ മരിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സുബൈറിനോട് അവരെന്ത് ചെയ്തത്? ബൈഅത്ത് സ്വീകരിച്ചത്. സുബൈർ ഭരണാധികാരിയല്ല, സുബൈർ ഭരണാധികാരി നിശ്ചയിച്ച ചീഫ് ഇൻ കമാൻഡറും അല്ല, സൈന്യത്തിന്റെ കമാൻഡറും അല്ല, പിന്നെയോ സൈന്യത്തിൽ ഒരു മെമ്പർ മാത്രമാണ്. ആ മെമ്പറാണ് എന്ത് ചെയ്യുന്നത്? തന്റെ കൂടെയുള്ളവരോട് ബൈഅത്ത് ചെയ്യുന്നത്. അതും ഏതൊരു വിഷയത്തിൽ? മരണത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ തയ്യാറാണ് എന്ന വിഷയം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഇതേപോലെ ഈ യൗമുൽ ഹർറയിൽ അഥവാ യസീദ് ബിൻ മുആവിയ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ മദീനയിൽ ഒരു അക്രമം വന്നല്ലോ. ആ അക്രമം അബ്ദുല്ലാഹി ഇബ്നു ഹംബല മരണത്തിന്റെ വിഷയത്തിൽ തന്റെ കൂടെയുള്ളവരോട് ബൈഅത്ത് ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ മനസ്സിലായില്ല. അന്ന് യസീദാണ് ഭരണാധികാരി. അബ്ദുല്ലാഹി ഇബ്നു ഹംബല മരണത്തിന്റെ വിഷയത്തിൽ കൂട്ടുകാരോട് ബൈഅത്ത് ചെയ്ത സന്ദർഭം കൊണ്ടത് അതില് ആ കൂട്ടത്തിൽ സലമത്ത് ബിൻ അക്വ എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് അബ്ദുല്ലാഹി ഇബ്നു ഹംബല അമ്മയോട് ബൈഅത്ത് സ്വീകരിക്കുന്ന സമയത്ത് സലമ ബൈഅത്ത് ചെയ്യണില്ല. കാരണം എന്താ? റസൂലുള്ളാഹിയോട് ഞാൻ മരണത്തിന്റെ പേരിൽ ഒരു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ബൈഅത്തിനെ മറികടന്നിട്ട് ഞാൻ ഈ ഒരു ബൈഅത്ത് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും മറ്റുള്ളവരെന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്തു. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുണ്യപ്രവൃത്തിയുടെ വിഷയത്തിലുള്ള ഒരു പ്രതിജ്ഞയാണ്. ആ പുണ്യപ്രവൃത്തികൾ പിന്നെ അത് സന്ദർഭോചിതമായിട്ട് അവസരത്തിനനുസരിച്ച് ഏതാണ് അതെന്തായിരിക്കണം? സംഗതി ഏതൊരു വിഷയത്തിലാണ് ബൈഅത്ത് ചെയ്യുന്നത് അതെന്തായിരിക്കണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഖുർആനും സുന്നത്തിനും ഒത്ത ഒരു പുണ്യ പ്രവൃത്തിയായിരിക്കണം.
ബൈഅത്ത് അറിയപ്പെട്ട ഒരു ബൈഅത്ത് ഉണ്ട്. അതെന്താ? ഇസ്ലാമിൽ 2 ഇമാറത്തുണ്ട്. ഒന്ന് ഇമാറത്തുൽ കുബ്രയും മറ്റൊന്നല്ല ഇമാറത്തു സുഗ്റയും. ഇമാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. ഇമാറത്ത് എന്ന് പറഞ്ഞാല് ഭരണം അല്ലെങ്കിൽ നേതൃത്വം. നേതൃത്വം 2 ഉണ്ട്. ഒന്ന് കുബ്രയാണ്, മറ്റൊന്ന് സുഗ്റയാണ്. എന്താ അൽ ഇമാറത്തുൽ കുബ്ര? ഇമാറത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ട്, അതിനെന്തുണ്ട്? ഒരു ഭരണാധികാരിയുണ്ട്. അപ്പൊ ഈ ഭരണാധികാരിയുടെ നേതൃത്വം അതാണ് എന്ത്? അൽ ഇമാറത്തുൽ കുബ്ര. ഭരണാധികാരി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരിക്ക് എന്ത് ചെയ്യണം? ആളുകൾ ബൈഅത്ത് ചെയ്യണം. എല്ലാവരും എന്ത് ചെയ്യണം? ബൈഅത്ത് ചെയ്യണം. ആ ബൈഅത്താണ് എന്ത്? അനുസരണ പ്രതിജ്ഞ. അനുസരണ പ്രതിജ്ഞ. ഭരണാധികാരി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരിയോട് അവരും അനുസരണ പ്രതിജ്ഞ ചെയ്യണം. ഏത് വിഷയത്തിൽ? അയാൾ പറയുന്നത് കേൾക്കുമെന്ന വിഷയത്തിൽ, അയാൾ പറയുന്നത് നടപ്പിലാക്കുമെന്ന വിഷയത്തിൽ. അയാൾ പറയുന്നത് കേൾക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. ഏതുവരെ? ഏതുവരെ? ആ അള്ളാഹുവിന് ധിക്കാരം നടപ്പിലാക്കാത്ത കാലത്താണ്. അയാൾ അള്ളാഹുവിനോട് ഉള്ള എതിര് കൽപ്പിക്കുകയാണെങ്കിൽ അതിലെന്തില്ല? അനുസരണല്ല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണല്ല. ഭരണാധികാരി അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ എന്തെന്ന് കൽപ്പിച്ചാലും അള്ളാഹ്ക്ക് എതിരാകാത്ത വിഷയത്തിൽ ഏതൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അയാളെ അനുസരിക്കണം, അയാളെ കൂട്ടാക്കണം. ആ അൽ ഇമാറത്തുൽ കുബ്രയോടുള്ള ബൈഅത്ത് അതാണ് ഇസ്ലാമിൽ അറിയപ്പെട്ട ബൈഅത്ത്. അറിയപ്പെട്ട ബൈഅത്ത്. എന്നാൽ ഇമാറത്തു സുഗ്റ ഉണ്ട്. അൽ ഇമാറത്തു സുഗ്റ അതെന്താ? ഏതുപോലെയാണ്? ഇപ്പോ ഒരു ഹജ്ജ് യാത്രയാണ്. ഹജ്ജ് യാത്രയിൽ ഒരു ഹജ്ജ് സംഘം പോവുകയാണ്. അപ്പൊ അവർക്ക് ആര് നിശ്ചയിക്കും? ഒരു അമീറിനെ നിശ്ചയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധാക്കി. ഹജ്ജ് നിർബന്ധാക്കിയപ്പോ റസൂലുള്ള അത് നുബുവത്തിന്റെ 9-ലാണ്. റസൂലുള്ള ആ വർഷം ഹജ്ജിന് പോയില്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? ഹജ്ജിന് ആളെ വിട്ടത്. റസൂലുള്ള 10-നാണ് പോയത്, ഹിജ്റയുടെ 10. അപ്പൊ ഹിജ്റയുടെ 9 പോയ ഹജ്ജ് ഗ്രൂപ്പിന്റെ ആരാണ് അമീർ? അബൂബക്കർ റളിയല്ലാഹുവിനാണ്. അവിടെ ഇമാറത്ത് കുബ്രല്ല. ഇമാറത്തുൽ കുബ്ര ആരാണ്? റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിലുള്ള ഇമാറത്താണ്. ആ ഇമാറത്ത് എന്താ? അത് സുഗ്റയാണ്. സുഗ്റയാണ്. ഇതേപോലെ റസൂലുള്ള പറഞ്ഞ യാത്രയുടെ വിഷയത്തിൽ 3 ആള് യാത്ര പോവുകയാണെങ്കിൽ ഒരാളെ അമീറാക്കട്ടെ എന്ന് പറഞ്ഞു. ഒരാളെ 3 ആള് യാത്ര പോവുകയാണെങ്കിൽ തങ്ങളിൽ ഒരാളെ എന്ത് ചെയ്യട്ടെ? ഒരാളെ അമീറാക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു സംഘം യാത്ര പോവുകയാണെങ്കിൽ അതിൽ ഒരാളെ ആയിരിക്കണം, അതിലൊരാള് അമീറായിരിക്കണം. ഈ ഇമാറത്തിന് എന്താ പറയാ? അത് ഇമാറത്ത് കുബ്ര അല്ല, പിന്നെ അത് ഇമാറത്ത് സുഗ്റയാണ്. അപ്പൊ ഇസ്ലാമിൽ അൽ ഇമാറത്തുൽ കുബ്ര ഉണ്ട്, അൽ ഇമാറത്ത് സുഗ്റയും. ഈ അൽ ഇമാറത്തുൽ കുബ്രയിൽ നിർവഹിക്കുന്ന ബൈഅത്താണ് അറിയപ്പെട്ട ബൈഅത്ത്. ഭരണാധികാരിക്കുള്ള ബൈഅത്ത്, അനുസരണ പ്രതിജ്ഞ. എന്നാൽ ഇമാറത്ത് സുഗ്റയിൽ ആ പിന്നെ അമീറിനെ അനുസരിക്കലില്ലേ? അനുസരിക്കലുണ്ട്. അതും എന്ത് തന്നെയാണ്? ബൈഅത്ത് തന്നെ. അതും ബൈഅത്ത് തന്നെയാണ്. അൽ ഇമാറത്ത് സുഗ്റയിലുള്ളതും എന്താണ്? ബൈഅത്ത് തന്നെയാണ്. പക്ഷെ ഈ ബൈഅത്ത് വേറെ, ഈ ബൈഅത്ത് വേറെ. ഈ ബൈഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബൈഅത്ത് അത് ഒരാൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ഭരണാധികാരിനോട് ഒരിക്കലും ധിക്കാരം പാടുള്ളതല്ല. അത് അയാൾ അള്ളാഹ്ക്ക് എതിരാകാത്തിടത്തോളം കാലം അയാളിൽ നിന്ന് ഒരു കുഫ്ർ ബവാഹ്, നമ്മുടെ അടുക്കൽ പ്രമാണമുള്ള ഒരു പ്രത്യക്ഷ കുഫ്ർ അയാളിൽ നിന്ന് കാണപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ നമസ്കാരം നിലനിർത്തുന്നത് കാണപ്പെടുന്നിടത്തോളം കാലം അയാളെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? എതിർക്കാൻ പാടുള്ളതല്ല. മാത്രല്ല ഒരാൾ ഈ ബൈഅത്തിനെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മരണം ജാഹിലിയത്തിലെ മരണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഏതിനുള്ളതാണ്? അല്ലെ ഇമാറത്തുൽ കുബ്രയുമായി ബന്ധപ്പെട്ട ബൈഅത്തിനുള്ളതാണ്. ആ ഹുക്മുകൾ ഇതിലില്ല. മനസ്സിലായില്ല? അപ്പൊ ബൈഅത്തെല്ലാം ഒരുപോലല്ല. ഈ ബൈഅത്ത് പോലല്ല ഇമാറത്ത് സുഗ്റയിലുള്ള ബൈഅത്ത്. ഈ സൽപ്രവൃത്തികളിലുള്ള ഒരു പുണ്യപ്രവൃത്തിയിലുള്ള ബൈഅത്ത്. അപ്പൊ നമ്മള് സംഘടനാ സംവിധാനത്തിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അല്ലെ? അതൊരു തരം ബൈഅത്താണ്. സംഘടനാ സംവിധാനത്തിൽ ഇപ്പൊ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ അള്ളാഹുവിന്റെ കിതാബിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ സുന്നത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നൊരാൾ ബൈഅത്ത് ചെയ്യണം. നമ്മൾ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം?
കിതാബ് സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കണം, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. പക്ഷെ ബൈഅത്ത് ചെയ്യുന്നതോടുകൂടി എന്തായി? അതൊരു ബാധ്യത, ഒരു കടുത്ത ഒരു ഉത്തരവാദിത്തമായി. നമ്മളെല്ലെങ്കിലും തീരുമാനിക്കേണ്ടതാണ് ഞാൻ ദീനിനു വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത്. പക്ഷെ ബൈഅത്ത് ചെയ്യുമ്പോൾ, ബൈഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ എന്തായി? അതൊരു ഉത്തരവാദിത്തത്തിൽ ഊർജ്ജസ്വലതയിൽ നിർവഹിക്കേണ്ട ഒരു കാര്യമായി മാറി. ഒരു ബാധ്യതയോടുകൂടി ബാധ്യതാബോധത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോ ഇങ്ങനെയുള്ള ബൈഅത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, ചിലര് പറഞ്ഞു, നമ്മൾ ഈ ഇമാറത്തുൽ കുബ്രയുടെ വിഷയത്തിൽ ബൈഅത്ത് ചെയ്യുണ്ടല്ലോ, ആ ബൈഅത്തിന്റെ അതേ തേട്ടമല്ല ഈ ബൈഅത്തിനുള്ളത്. പക്ഷേ ഈ ബൈഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് ബൈഅത്ത് എന്ന് പറയരുത്. കാരണം ബൈഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈഅത്താണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഇതിന് നമ്മൾ അൽ മുആഹദ, ഇതിന്റെ അർത്ഥത്തിൽ പറഞ്ഞില്ലേ, അൽ അഹദ് അൽ മുആഹദ ഇങ്ങനെ പറഞ്ഞേ. അതായത് നമ്മൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ നമ്മൾ കൂടിയിട്ടൊരു കാര്യം ഒരു ഉടമ്പടിയായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിന് ബൈഅത്ത് എന്ന് പറയേണ്ട. നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മതി? അൽ മുആഹദ അൽ അഹദ് എന്ന് പറഞ്ഞാൽ മതി. ബൈഅത്ത് എന്ന് പറഞ്ഞാലും മുആഹദ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. പക്ഷെ ഇത് രണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, ആളുകൾക്ക് ഇഷ്കാലാകും. ഇപ്പൊ തന്നെ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മള് ആവശ്യമില്ല എന്നിടത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ പോകുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഈ ഇമാറത്തുൽ കുബ്രയിൽ നിർവഹിക്കുന്ന ബൈഅത്താണ് ഈ ഇമാറത്ത് സുഗ്രയിലുള്ള ബൈഅത്തും എന്ന നിലക്കാണ് ആളുകൾ എന്ത് കാണുന്നത്. അതൊരിക്കലും അതിലൊരു എതിര് വരാൻ പാടില്ലാത്ത വിധം കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന രീതിയിൽ. പക്ഷെ ഇവിടെ ഒരു ബൈഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്രേ ഉദ്ദേശിക്കണുള്ളൂ? നമ്മളൊരു കാര്യം ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നിർവഹിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന് നമ്മൾ ബൈഅത്ത് എന്ന് പ്രയോഗിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ പറഞ്ഞത് നിങ്ങൾ ബൈഅത്ത് എന്നുള്ള രീതിയിൽ പറയേണ്ട, അതേസമയം അതിന് മുആഹദ അല്ലെങ്കിൽ മുആഖദ തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തലാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതെന്താണ് സംഭവം? ഒരു തരം ബൈഅത്ത് തന്നെയാണ്. പക്ഷെ ഈ ഹുക്കുമുകൾ ഇല്ലെങ്കിലും അതിന് തെളിവ് ഇങ്ങനെ ബൈഅത്ത് അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാന്നുള്ളതിന് തെളിവ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം തന്നെയാണ്. അവിടെ നിങ്ങൾ ഒരു പിടി ആളുകൾ അന്യന് നിർവഹിക്കുന്ന ബൈഅത്താണ്. അവിടെ എന്തുണ്ട്? ഇമാറത്തുൽ കുബ്ര നിലവിലുണ്ട്. അല്ല, ഇമാറത്തുൽ കുബ്ര അവിടെ നിലവിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തവരാണ് മുസ്ലിമീങ്ങൾ. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബൈഅത്ത് നടക്കുന്നത്. കീഴ്ഘടകങ്ങളായിട്ടുള്ള മെമ്പർമാർ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവത്തിൽ നടക്കുന്നത്. ഇതേപോലെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇബ്നു അബി ശൈബ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ബൈഅത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇബ്നു അബി ശൈബിൽ നിന്ന് ചില നിലപാടുകൾ വന്നപ്പോൾ ആ നിലപാടുകൾ നിർത്താൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നീ എനിക്ക് വാക്ക് തരണം, അല്ലെങ്കിൽ നീ എന്നോട് ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തോട് ഇബ്നു അബി ശൈബിനോട് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ സംസാരിക്കുന്നത്. ഇവിടൊക്കെ ബൈഅത്തോടുള്ള ഉദ്ദേശം എന്താണ്? ഈ ഇമാറത്തുൽ കുബ്രയിൽ ഭരണാധികാരിയോട് നടത്തുന്ന ബൈഅത്തല്ല, അമീറുൽ മുഅ്മിനീനോട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയോട് നടത്തുന്ന ബൈഅത്തല്ല, പിന്നെയോ സൽപ്രവർത്തികളിൽ നടത്താൻ അനുവദനീയമായ അൽ ഇമാറത്ത് സുഗ്രയിൽ അനുവദനീയമായിട്ടുള്ളതായ ബൈഅത്താണ് അവിടെ അതിന്റെ ഉദ്ദേശം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയാണ്. ഇസ്ലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അൽ മുൽക്ക് വൽ ഖിലാഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മുൽക്ക് വൽ ഖിലാഫ എന്ന് പറഞ്ഞാൽ രാജവാഴ്ചയും ഖിലാഫത്തും വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്, فجميع ما يقع بين الناس من الشروط والعقود والمحالفات في الأخوة وغيرها ترد إلى كتاب الله وسنة رسوله فكل شرط يوافق الكتاب والسنة يوفى به. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ഫജമീഉ മാ യഖഉ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നടക്കുന്നതായ മിനശ്ശുറൂത്ത് ഷർത്തുകൾ എല്ലാം, വൽ ഉഖൂദ് ഉടമ്പടികൾ എല്ലാം, വൽ മുഹാലഫാത്ത് ഫിൽ ഉഖുവത്തി വഗൈരിഹ സാഹോദര്യത്തിലും മറ്റുമൊക്കെയുള്ള സഖ്യങ്ങളുമെല്ലാം തുറദ് ഇലാ കിതാബില്ലാഹ് വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ കിതാബിലേക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്കും മടക്കപ്പെടണം. ഫകുല്ലു ഷർത്തിൻ യുവാഫിഖുൽ കിതാബ വസ്സുന്ന,
കിതാബിനോടും സുന്നത്തിനോടും ഒക്കുന്ന എല്ലാ ഷർത്തുകളും യുവഫാബി അത് പൂർത്തീകരിക്കപ്പെടണം. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉടമ്പടികളെക്കുറിച്ച്, ഷർത്തുകളെക്കുറിച്ച്, അതേപോലെ തന്നെ സഹോദര്യത്തിലും മറ്റുമുള്ള നടത്തുന്നതായ ഈ സഖ്യത്തെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഉണർത്തുന്നത്. അതിൽ പിന്നെ ശൈഖുൽ ഇസ്ലാം പിന്നീട് പറയുന്നത്, അല്പം കാര്യങ്ങൾ ഉണർത്തിയതിനു ശേഷം പറയുന്നത്, വകദ ഫി ശുറൂത്തിൽ ബുയൂ, ഇപ്രകാരം തന്നെയാണ് കച്ചവടങ്ങളിലുള്ള ഷർത്തുകളിലും വൽ ഹിബാത്ത്, ഹിബാത്തിലുള്ള ഷർത്തുകളിലും നിബന്ധനകളിലും, ഹിബാത്ത് എന്ന ദാനധർമ്മങ്ങൾ, വൽ വഖൂഫ്, ഔഖാഫിലുള്ള വഖഫ് സ്വത്തിന്റെ വിഷയത്തിലുള്ള ഷർത്തുകളിലും, വൻ നുദൂർ നേർച്ചകളിലുള്ള ഷർത്തുകളിലും, വഉഖൂദുൽ ബൈഅത്തി ലിൽ അയിമ്മ, നേതാക്കന്മാർക്ക് ബൈഅത്ത് ചെയ്യുമ്പോഴുള്ള ഉടമ്പടികളിലും, വഉഖൂദുൽ മശായിഖ്, ഷെയ്ഖുമാരോടുള്ള ഉടമ്പടികളിലും, വഉഖൂദുൽ മുതആഖിയൈൻ, രണ്ട് സഹോദര ബന്ധത്തിന്റെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഉടമ്പടികളിലും, വഉഖൂദ് അഹ്ലുൽ അൻസാബ്, അഹ്ലുൽ അൻസാബിന്റെ നസബയുടെ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഉടമ്പടികളിലും, വൽ ഖബായിൽ, ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്നതായ ഉടമ്പടികളിലും ഇപ്രകാരം തന്നെയാണ്. വ അംസാലി ദാലിക്, ഇതുപോലെ കുറെ ഉടമ്പടികളുണ്ട്. അതായത് ഇടപാടുകളിൽ ഉടമ്പടികൾ വെക്കാറുണ്ട്. അയിമ്മത്തുകൾ, നേതാക്കന്മാർ, അവരോടുള്ള ബൈഅത്തിൽ ഉടമ്പടിയുണ്ട്. ഷെയ്ഖുമാരോട് നടത്തുന്ന ഉടമ്പടികളുണ്ട്. അതേപോലെ സഹോദര്യൻ വെച്ചു പുലർത്തുന്ന ആളുകൾക്കിടയിൽ ഉടമ്പടികളുണ്ട്. അതേപോലെ നസബയുടെ ആളുകൾ, അഹ്ൽ അൻസാബിന്റെ ഇടയിൽ ഉടമ്പടികൾ നടക്കാറുണ്ട്. ഗോത്രങ്ങൾക്കിടയിൽ ഉടമ്പടികൾ നടക്കാറുണ്ട്. ഇതുപോലെ ധാരാളം ഉടമ്പടികളുണ്ട്. ഈ ഉടമ്പടികളിലൊക്കെ ഫഇന്നഹു യജിബു അലാ കുല്ലി അഹദിൻ, എല്ലാം ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. അൻ യുതിഅ അല്ലാഹ വ റസൂലഹു, അവർ അല്ലാഹുവെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും. വയജ്തനിബ്, അവർ വിട്ടുനിൽക്കണം. മഅസിയത്തല്ലാഹി വ റസൂലിഹി, അല്ലാഹുവെയും അല്ലാഹുവിന്റെ റസൂലിനെയും എതിരാകുന്നത്, എതിര് പ്രവർത്തിക്കുന്നത്. ഫീ കുല്ലി ഷൈ, എല്ലാ സംഗതികളിലും. വലാ തആഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു സൃഷ്ടിക്കും യാതൊരുവിധ അനുസരണവും പാടുള്ളതല്ല. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉടമ്പടികളിൽ, പ്രതിജ്ഞകളിൽ ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകളാണ് പറയുന്നത്. പ്രതിജ്ഞകൾ ഇമാമിന് മാത്രം, ഭരണാധികാരിക്ക് മാത്രം എന്നുള്ളതല്ല. പിന്നെ പ്രതിജ്ഞകൾ പലതുണ്ട്. എല്ലാ പ്രതിജ്ഞകളെയും എടുത്തു വച്ചാൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? പ്രതിജ്ഞകളെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കണം. എന്നിട്ട് കിതാബിനും സുന്നത്തിനും അനുയോജ്യമായിട്ടുള്ള എല്ലാ ഷർത്തുകളും നിബന്ധനകളും അത് പൂർത്തീകരിക്കപ്പെടണം. പ്രതിജ്ഞകളിലും നിബന്ധനകളിൽ, ഷർത്തുകളിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും എല്ലാ വിഷയങ്ങളിലും അനുസരിക്കണം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണം, യാതൊരുവിധ വിധേയത്വവും പാടില്ല. ഈ ഒരു അടിസ്ഥാനമാണ് ഇത്തരം പ്രതിജ്ഞകളിൽ, ബൈഅത്തുകളിൽ, അതേപോലെ തന്നെ ഒഹൂദുകളിൽ, കരാറുകളിൽ പാലിക്കപ്പെടേണ്ടത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഇത് അൽ ബൈഅത്തുൽ കുബ്രയിലും, അല്ലെങ്കിൽ അൽ ഇമാറത്തുൽ കുബ്രയിലും, അതേപോലെ അൽ ഇമാറത്തുൽ സുഗ്റയിലും നടത്തുന്നതായ ഉടമ്പടികൾ, അതേപോലെ തന്നെ ബൈഅത്തുകൾ, അഹദുകൾ, അതിൽ ഈ ഒരു അടിസ്ഥാനമാണ് പാലിക്കേണ്ടത്. അത് ഒറ്റയടിക്ക് പാടില്ല എന്നുള്ളതല്ല. പിന്നെയോ ഉടമ്പടികൾ നടക്കും, പ്രതിജ്ഞകൾ നടക്കും. പക്ഷെ ആ പ്രതിജ്ഞകൾ കിതാബ് സുന്നത്തായിട്ട് മാറ്റിവെക്കുക, അതിൽ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക, അള്ളാഹുവോടും അള്ളാഹുന്റെ റസൂലിനോടും എതിരാകുന്നതിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും വിട്ടുനിൽക്കുക. ഇതാണ് വേണ്ടത്. ഇതാണ് ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിന്റെ ഒരു അസൽ, അടിസ്ഥാനമായ ഒരു ഖായിദയായി പഠിപ്പിക്കുന്നതായ വിഷയം. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ചിലര് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നതിന്റെ പേരിൽ എല്ലാ സംഘടന വിഷയങ്ങളെയും അത് തെറ്റാണെങ്കിൽ പോലും ന്യായീകരിച്ച് ഒപ്പിക്കുന്ന, അത് നമ്മൾ എന്തായാലും പുലർത്തണം, നമ്മൾ അത് എന്തായാലും പറയണം എന്ന രീതിയിലേക്ക് കാടുകയറും ചെയ്യും. അതും സൂക്ഷിക്കണം. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ കൽപ്പനകൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾക്ക് ഒത്തതേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത ആ വിഷയത്തിൽ ഒരിക്കലും മഖ്ലൂക്കിന് ഒരു പടപ്പിനും അനുസരണം പാടുള്ളതല്ല. ഫി മഅസിയത്തിൽ ഖാലിഖ്, ആർക്ക്? സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹുവിനെ എതിരായിക്കൊണ്ട് ഒരു പടപ്പിനും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അനുസരണം പാടുള്ളതല്ല. അത് ഇനി ഭരണാധികാരിയാണെങ്കിലും ഇനി ഭരണാധികാരി അല്ലാത്ത ആളാണെങ്കിലും ഒരു വിഷയത്തിലും അതല്ല. ഈ അടിസ്ഥാനങ്ങളെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൽപ്രവൃത്തിയുടെ വിഷയത്തിൽ നമുക്കൊരു സത്യപ്രതിജ്ഞ, അതെന്താണ് ഇസ്ലാമിൽ തെറ്റല്ല, അത് അനുവദിക്കും. ചില പൂർവികരുടെ ചരിത്രത്തിലൊക്കെ അവര് ചില ബൈഅത്തുകൾ സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവര് ബൈഅത്ത് സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. പക്ഷെ ആ ബൈഅത്തുകളൊക്കെ എന്താണ്? അതൊക്കെ ദീനിന് അനുയോജ്യമായ വിഷയങ്ങളാണ്, അല്ലാതെ ദീനിന് അന്യമായ വിഷയങ്ങളല്ല, അല്ലെങ്കിൽ ദീനിനെതിരാകുന്ന വിഷയങ്ങളിലും. പക്ഷെ ചിലപ്പോ ചില ആളുകളുണ്ടല്ലോ ബൈഅത്തിന്റെ വിഷയത്തിൽ, ഇപ്പൊ സൂഫികളൊക്കെ നൽകുന്ന ബൈഅത്ത്, സൂഫി ഷെയ്ഖുമാർക്ക് മുരീദന്മാരുടെ ബൈഅത്തുണ്ട്. എന്താ ആ ബൈഅത്തിൽ? ഒരാൾ മുരീദായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ മയ്യത്തിനെ പോലെയാണ്. അപ്പൊ ആ മുരീദിന്റെ അവസ്ഥ ഒരാളുടെ മുന്നിൽ മയ്യത്തിനെ പോലെയാണ്. മയ്യത്തിന്റെ അവസ്ഥ എന്താ? മയ്യത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ആള് മയ്യത്തിനെ എന്ത് ചെയ്തു? മയ്യത്ത് അതിന് വിധേയാണ് എന്ന പോലെ മുരീദന്മാര് വർത്തിക്കണ ബയ്യത്തുണ്ട്. ആ ബയ്യത്ത് എന്തല്ല? അത് ഇസ്ലാമികല്ല. എന്തുകൊണ്ട്? അവിടെ ഷെയ്ഖ് എന്താണ് പറഞ്ഞത്? ഇനി അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ശരി, ഇഷ്ടപ്പെടാത്തതാണെങ്കിലും ശരി, അത് മുരീദ് പ്രവർത്തിച്ചോളണം, അല്ലെങ്കിൽ മുരീദ് അതിന് സമ്മതിച്ചു. കാരണം ഷെയ്ഖിന് ബയ്യത്ത് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ സൂഫി ഷെയ്ഖുമാർക്ക് എന്ത് ചെയ്യേണ്ട ആളുകൾ ഉണ്ട്. അതേപോലെ തന്നെ തെറ്റായ ബയ്യത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തീവ്രവാദ സംഘടനകൾ നടക്കുന്നുണ്ട്. തീവ്രവാദ സംഘടനകളിൽ എന്തുണ്ട്? തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവരുടെ അമീറന്മാർക്ക് ബയ്യത്ത് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ നേതാക്കന്മാർക്ക് ബയ്യത്ത് ചെയ്തു എന്നതിൽ ഏത് തെറ്റായ പ്രവൃത്തികളും കൽപ്പിച്ചാലും ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. തീവ്രവാദ സംഘടനകൾ അങ്ങനെ ഉണ്ട്. അതിനാൽ തന്നെ അവരുടെ ബയ്യത്തിന്റെ രീതി തന്നെ ഇരുട്ടിന്റെ മറവിൽ ഒരു ഭീതിജനകമായ അവസ്ഥ ഉണ്ടാക്കിയിട്ട് തന്നെ ആ ബയ്യത്തിനെ പലരും സ്വീകരിക്കാറ്. ഈ സൂഫി ഷെയ്ഖുമാരുണ്ടല്ലോ, അവര് ഹറമുകളിലൊക്കെ വന്നിട്ട് ബയ്യത്ത് സ്വീകരിക്കും. എന്തിനാ? ഈ ഷെയ്ഖിന്റെ മുമ്പിൽ മുരീദ് തീർത്തും പാവയായി മാറാൻ വേണ്ടി. അപ്പോ ഇത്തരം ബയ്യത്തുകളെ പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ട്. തീവ്രവാദികൾ നടത്തുന്ന ബയ്യത്ത്, അതേപോലെ തന്നെ ഈ ഖുറാഫിസത്തിന്റെ അല്ലെങ്കിൽ തസവുഫിന്റെ ആളുകൾ നിർവഹിക്കുന്നതായ ബയ്യത്ത്. പക്ഷേ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എല്ലാം തെറ്റാണെന്നല്ല. പിന്നെയോ ദീനിന് ഗുണകരമായിട്ടുള്ളതായ ഒരു പ്രവൃത്തിയിൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും എതിരാകാത്ത നിലക്കുള്ള നിബന്ധനകൾ, അതേപോലെ തന്നെ പ്രതിജ്ഞകൾ, അല്ലെങ്കിൽ മുആഹദത്ത്, ബൈഅത്ത്, ഇതൊക്കെ അത് അനുവദനീയമാണ്, അത് ആകാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഒരിക്കലും എന്തല്ല, അൽ ഇമാറത്തുൽ കുബ്രയിൽ നടക്കുന്ന ബൈഅത്ത് ഒരിക്കലും എന്തല്ല അൽ ഇമാറത്തുൽ സുഗ്റയിൽ വരുന്നില്ല. അങ്ങനെ ആരും ഇത് രണ്ടിനെയും ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ പാടുള്ളതുമല്ല. അത് രണ്ടും വേറെ വേറെ വിഷയങ്ങൾ. ഇതാണ് ബൈഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും വിഷയങ്ങൾ. നിഷ്കാരണെങ്കിൽ ചോദിക്കാം. പിന്നെ അതിന്റെ അതേ ഹുക്കും ഒരിക്കലും എന്തില്ല, ഇതിനില്ല. നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു, നമുക്കതിന് കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ പിന്മാറുന്നത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തനാസഅതും ഫീ ഷൈഇൻ ഫർദല്ലാഹി വറസൂൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും മടക്കണം. അള്ളാഹുവിന്റെ കിതാബിൽ എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് പറഞ്ഞു, അത് നോക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ തഫ്സീർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് സഹായകമായി സ്വീകരിക്കാം എന്നുള്ളതല്ലാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കേണ്ടത് അവിടെ തന്നെയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലേക്കും
അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.